യോഗ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടോ മാത്രമൊന്നും ആർക്കും ആരുടെ അസുഖം മാറത്തില്ല. അതുപോലെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് മാത്രവും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു അസുഖത്തിൽ നിന്ന് റിക്കവർ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. ചില കേസസിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ ഒരു സർജറി ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് അതിൽ നിന്ന് റിക്കവർ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ചെയ്യുക. അല്ലാതെ പകരം അയ്യോ ഞാനത് ചെയ്തു, എന്താ പറയുക, മരുന്ന് കഴിച്ചു, ഇതൊക്കെ ചെയ്തിട്ട് എനിക്കതൊന്നും വർക്കായില്ല, സോ അതെല്ലാം ഫേക്കാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഏതാണോ വർക്കാവുന്നത്, ചിലപ്പം ചില ആൾക്കാർക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും വർക്കാവുന്നത്, ചിലർക്ക് യോഗ ചെയ്യുന്നതായിരിക്കാം, ചിലർക്ക് ഹോമിയോ മെഡിസിൻ ആയിരിക്കാം, ആയുർവേദമായിരിക്കാം, അത് വാട്ട് എവർ ആ ആളുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ ആളുടെ ചോയ്സ് അനുസരിച്ച് എന്താണോ അവർക്ക് വർക്കാവുന്നതെന്ന് അവർക്ക് വിശ്വാസം തോന്നുന്നത് അത് അവർക്ക് ചെയ്യാം. ഇനി എല്ലാം ചെയ്തിട്ടും പറ്റുന്നില്ല, ഒരു സർജറി വേണം, ഇറ്റ്സ് ഓക്കെ, അത് ചെയ്തോളൂ. ഇനിയിപ്പോൾ ഒന്നും ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അവസ്ഥകളുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും മാറാതെ തന്നെ നിൽക്കുന്ന അവസ്ഥകളുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു മാനസിക ഒരു ശാരീരിക വെൽനെസ്സിന് വേണ്ടിയാണ് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടും എന്നല്ല അതിനർത്ഥം.